മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെ വെട്ടിലാക്കി മന്ത്രി കെ രാജന്റെ മൊഴി. പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല. പ്രശ്നസാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും മൊഴിയുണ്ട്. DGPയുടെ സംഘം അടുത്തയാഴ്ച MR അജിത് കുമാറിന്റെയും മൊഴിയെടുക്കും. പൂരം കലക്കലിൽ മന്ത്രി കെ രാജന്റെ മൊഴി പ്രധാനമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ADGPക്കെതിരായ മൊഴി സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെ. ഒരു റിപ്പോർട്ടും സർക്കാർ അവഗണിച്ചിട്ടില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുമെന്നും ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ ADGPക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റോ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടോ ഈ കാര്യത്തിൽ എന്താണ് നിലപാട് എന്നുള്ളത് ഈ റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം മാത്രമേ അതിനോടുള്ള നിലപാട് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അത് വരട്ടെ, നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം. അത് വന്നതിന് ശേഷം, റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു റിപ്പോർട്ടും അവഗണിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണുള്ളത്. ആ കാര്യത്തിൽ ഈ പ്രശ്നത്തിലും അത്തരമൊരു നിലപാട് തന്നെയാണ് ഗവൺമെന്റിനുണ്ടാകുന്നത്. വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനോദ്, കെ രാജൻ തുടക്കം മുതൽ, കെ രാജനും CPI ഈ വിഷയത്തിൽ തുടക്കം മുതൽ ADGP അജിത് കുമാറിനെതിരെ നിലപാടെടുക്കുന്നവരാണ്. കെ രാജൻ അദ്ദേഹം കൊടുത്ത മൊഴിയും മന്ത്രി ADGPക്കെതിരെ ശക്തമായ നിലപാടുള്ള മൊഴിയാണ്. അങ്ങനെയെങ്കിൽ എന്ത് തുടർ നീക്കം പ്രതീക്ഷിക്കാം? ഒപ്പം അജിത് കുമാറിൽ നിന്നുള്ള മൊഴിയെടുക്കുക അടക്കമുള്ള നീക്കങ്ങൾ എപ്പോഴുണ്ടാവും? സൈത്ത്, അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ PV അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും തന്നെ കാര്യമായി CPI ഏറ്റെടുത്തിരുന്നില്ല. എന്നാൽ തൃശ്ശൂരിൽ CPIക്ക് തോൽവി ഉണ്ടാവുകയും തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അവർ ആരോപിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. വളരെ ഗൗരവത്തോടുകൂടി ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെയാണ് ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം പുറത്തു വന്നപ്പോൾ അതിനോടുള്ള CPIയുടെ സമീപനം, അത് ബിനോയ് വിശ്വമാകട്ടെ, കെ രാജനാകട്ടെ, VS സുനിൽകുമാർ ആകട്ടെ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ MR അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നേരത്തെ തന്നെ നടത്തിയിട്ടുള്ളത്. ഇപ്പോഴുള്ള കാര്യത്തിലും അത്ഭുതമില്ല. കെ രാജൻ നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. തനിക്ക് അനുഭവം ഉണ്ടായ കാര്യങ്ങൾ അത് അന്വേഷണ സംഘത്തോട് പറയും എന്ന കാര്യം നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ മൊഴിയായി നൽകിയിട്ടുള്ളതും. പലതവണ ഈ പൂരം അലങ്കോലപ്പെടുമെന്ന കാര്യം ബോധ്യമായതോടുകൂടി നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു, നേരിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം രാത്രിയോടുകൂടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫോണിലും സ്വകാര്യ ഫോണിലും MR അജിത് കുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് MR അജിത് കുമാറിന്റെ നടപടികളെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ട് അതിൽ സംശയിക്കാൻ ഇടയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ മൊഴി പോയിട്ടുള്ളത്. നേരത്തെ DGP പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് സർക്കാർ ത്രിതല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. അതിൽ തന്നെ മറ്റ് വകുപ്പുകൾക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചത് മനോജ് എബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് നേരത്തെ പോയിരുന്നു. അദ്ദേഹം ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന സമയത്താണ് ആ റിപ്പോർട്ട് നൽകിയത്. അതിലും പറഞ്ഞിരുന്നത് മറ്റ് വകുപ്പുകളുടെ വീഴ്ച കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കാര്യമാണ്. മാത്രമല്ല അതിൽ പറയുന്നത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ആംബുലൻസിന്റെ സേവനമൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന കാര്യം. അതായത് അവിടെയും മനോജ് എബ്രഹാം പറഞ്ഞു വെച്ചതും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന കാര്യം പറയാതെ പറയുകയായിരുന്നു. വരികൾക്കിടയിൽ അത് തന്നെയാണ് വ്യക്തമായത്. മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പോലീസിലേക്ക് തന്നെയാണ് ചെന്നെത്തി നിൽക്കുന്നത്. ഈ കാര്യം ഒരു മന്ത്രി പറയുമ്പോൾ, CPIയുടെ മുതിർന്ന നേതാവ് പറയുമ്പോൾ CPMന് അത് തള്ളിക്കളയാൻ കഴിയില്ല. സർക്കാരിന്റെ ഒരു കൂട്ടുത്തരവാദിത്വത്തെ ബാധിക്കുന്ന തലത്തിലേക്ക് മറ്റൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി കൺവീനറുടെ വാക്കുകളും വലിയ പ്രസക്തമാകുന്നത്. MR അജിത് കുമാറിനെ സംബന്ധിച്ച് അടുത്ത സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്നാണ്. 6ാമത്തെ പേരുകാരനായി ഉള്ളത് MR അജിത് കുമാറാണ്. അതിൽ നിതിൻ അഗർവാളുണ്ട്, റവാഡ ചന്ദ്രശേഖറുണ്ട്, യോഗേഷ് ഗുപ്തയുണ്ട്, സുരേഷ് രാജ് പുരോഹിതുണ്ട്, മനോജ് എബ്രഹാം. അതിനുശേഷം 6ാമത്തെ പേരായി MR അജിത് കുമാറിന്റെ പേര് കൂടി ഉൾപ്പെട്ടിരുന്നു. വിജിലൻസ് അന്വേഷണവും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ വിജിലൻസ് അന്വേഷണ സംഘം നേരത്തെ സർക്കാരിന് നൽകി റിപ്പോർട്ടിൽ അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് തെളിവില്ല എന്ന രീതിയിലായിരുന്നു. പക്ഷേ കോടതിയിലെത്തിയപ്പോഴാകട്ടെ വിജിലൻസ് അവിടെ കൂടുതൽ സമയം ചോദിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു വിജിലൻസ് കേസുണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത് പ്രയാസമാകും. അത് ടോവിൻ ജെ തച്ചങ്കരിയുടെ കാര്യത്തിലൊക്കെ അതാണ് വെല്ലുവിളിയായത്. അന്ന് സുരേഷ് കുമാർ ഒരു റിപ്പോർട്ട് വെച്ച് വൈകിച്ചതോടുകൂടി ടോവിൻ ജെ തച്ചങ്കരിക്ക് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത അടയുകയായിരുന്നു. സമാന സ്ഥിതിയിൽ തന്നെയാണ് MR അജിത് കുമാർ ഉള്ളത്. മാത്രമല്ല ഒരു മന്ത്രി
ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു മൊഴി നൽകുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് MR അജിത് കുമാറിനെ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എന്ത് എന്നത് പ്രസക്തമാണ്. എന്തായാലും ADGPയുടെ മൊഴിയെടുക്കുമ്പോൾ ഇതിന്റെ തുടർ നീക്കങ്ങൾ സ്വാഭാവികമായും പ്രകടമാവുകയും ചെയ്യും. ഇടതുമുന്നണി കൺവീനർ തന്നെ ഈ മൊഴിയെ ഗൗരവത്തോടെ കാണുന്നു എന്ന കാര്യം കൂടി പറയുകയും ചെയ്യുന്നുണ്ട്.